ആഷിഖ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരു പത്രസമ്മേളനം നടത്തി, വാർത്താ സമ്മേളനം നടത്തി. അതിൽ അദ്ദേഹം പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല, 90 സീറ്റിലധികം നേടി LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നും 2016-ലും 2021-ലും സംഭവിച്ചതുപോലെ വീണ്ടും അധികാരം ഞങ്ങളിലേക്ക് തന്നെ എത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റ് പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നത് CPM വിട്ട ഒരാൾ പോലും ജയിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. VD സതീശൻ വനവാസത്തിന് പോകണ്ട എന്നൊക്കെ നിർദ്ദേശമൊക്കെ നൽകുന്നുണ്ട്. ആഷിഖിന് എന്ത് തോന്നുന്നു, ഇത്തവണ LDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ടോ? 2021 90 സീറ്റിൽ നിർത്തിയത് സെഞ്ചുറി അടിക്കട്ടെ എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെ ഒരു ആശംസ വേണം നമുക്ക് ഗോവിന്ദൻ മാഷിന് നൽകാം. പക്ഷെ ഈ പറയുന്ന ഗോവിന്ദൻ മാഷിന് വരെ അറിയാം ഇത്തവണ ജയം ഇതാണെന്നുള്ളത്. ആ ഒരു കാറ്റ് പ്രതികൂലമാണ്, CPM-ന് പ്രതികൂലമാണ്, അല്ലെങ്കിൽ LDF-ന് പ്രതികൂലമാണ്. കാരണം തുടർ ഭരണത്തിന്റെ അടയാളമായി ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അറിയാമല്ലോ. നമ്മൾ ഇതിനു മുമ്പുള്ള ചർച്ചകളിലെല്ലാം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതിന്റെ എല്ലാം പ്രതിഫലനം ഇപ്പോൾ ഈ ഇരിക്കുന്ന സീറ്റ് നഷ്ടപ്പെട്ട് അത് ഈ 99 എന്നുള്ളത് അതിലും ഏറ്റവും അതിന്റെ പകുതിയിലേക്കായി ചുരുങ്ങുന്ന ഒരു അവസ്ഥയായിരിക്കും റിസൾട്ട് വരുമ്പോൾ. അതെ, ഈ സിറ്റിംഗ് സീറ്റുകൾ പലതും നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം CPM-ന്റെ വിലയിരുത്തൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ മന്ത്രിമാരായ P രാജീവും അതുപോലെ തന്നെ അബ്ദുറഹ്മാനും, P രാജീവ് കളമശ്ശേരിയിലും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ തിരൂരും തോൽക്കുമെന്നുള്ള കാര്യം അവർ തന്നെ തോൽക്കാൻ സാധ്യതയുണ്ട്. കളമശ്ശേരിയിൽ 7000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തോൽക്കാൻ സാധ്യത എന്ന് CPM പാർട്ടി പോലും വിലയിരുത്തൽ റിപ്പോർട്ട് ഇറക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നിരുന്നത് ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പാർട്ടി വിട്ടുപോയ ആരും തന്നെ ഇത്തവണ ജയിക്കില്ല എന്നുള്ള കാര്യം. അവർ പറയുന്ന ഐഷ പോറ്റി, PK ശശി, അതുപോലെ തന്നെ നമ്മുടെ TK ഗോവിന്ദൻ, ഇവരുടെ എല്ലാം കാര്യമാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത് എന്ന് വിചാരിക്കാം. പക്ഷേ ഇവരിലെല്ലാം വിജയ സാധ്യതയുണ്ട്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം പോട്ടെ, G സുധാകരൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയും അമ്പലപ്പുഴയും നമുക്കറിയാം പാർട്ടി കോട്ടകളാണ്. അവിടുത്തെ കുട്ടികളെ വിളിച്ച് സംസാരിച്ചാൽ പോലും അവരിലൊരു സഖാവ് ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അവർക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇങ്ങനെ മാറിക്കുത്താൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരുപറ്റം വലിയ പാർട്ടി പ്രവർത്തകരുള്ള ഒരു മണ്ണിൽ G സുധാകരൻ ജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ കാൻഡിഡേറ്റ് തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അവരുടെ വിലയിരുത്തൽ റിപ്പോർട്ട് പറയുന്നുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം ഇരുന്ന വീമ്പിളക്കുന്നത് പാർട്ടി വിട്ടുപോയ ആരും തന്നെ ജയിക്കില്ല എന്നുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഈ വിരോധാഭാസം നമുക്ക് മനസ്സിലാവുകയാണ്. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, LDF-ന് ഒരു ആത്മവിശ്വാസ കുറവുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഇടതു മുന്നണിയിൽ വിജയിക്കാനുള്ള സാധ്യതയെപ്പറ്റി സംസാരിക്കുന്നില്ല. ഒന്നും സംസാരിക്കാനില്ലാത്തത് കൊണ്ട് UDF വിജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ചോദ്യ ശരങ്ങൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കുന്നത് അത് മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ തോൽക്കും എന്നൊരു കാര്യം ഇവർ ചർച്ച ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. അതെ, ഇപ്പൊ LDF-ന് ഒരു ആത്മവിശ്വാസ കുറവുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് UDF-ലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്, അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ആത്മവിശ്വാസമാണ്. എത്ര സീറ്റ് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവിടെ ആശങ്ക നിലനിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യത്യാസത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് MV ഗോവിന്ദൻ പെട്ടെന്നൊരു ആത്മവിശ്വാസം കൊടുക്കുകയാണ്. അണികൾക്കോ സഹാക്കന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തകർക്കോ ഒക്കെ ആയിരിക്കാം കൊടുക്കുന്നത്. എന്തുതന്നെയായാലും ഇത് വോട്ടായി മാറില്ല, കാരണം വോട്ട് അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഒരു പോസ്റ്റ് ചെയ്തിട്ട് അവിടെ പ്രയോജനമില്ല. ജനങ്ങളോട് ഞങ്ങൾ കോൺഫിഡൻസിലാണെന്ന് പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. അതെ, ഇപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന്. ഇപ്പോൾ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം മലയാളികൾ കേരളത്തിലുണ്ട്. അത് നമുക്കറിയാം, സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിലെ വസ്തുത നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കാരണം BJP-യുടെ വളർച്ച അത്രയും ഉയർന്നിട്ടുണ്ട്. പാലക്കാട് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ ശോഭാ സുരേന്ദ്രനായിട്ടുണ്ട്, 2ാം സ്ഥാനത്ത് വരെ എത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മികച്ചതായിരുന്നു. ആ സീറ്റ് കിട്ടാൻ സാധ്യത 2 ഒരേ സമയം മത്സരിച്ചത്. ഇപ്പോൾ ആ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഒരു സീറ്റ് അവർ 5 സീറ്റ് എന്ന് പറയുന്നുണ്ട്, 10 സീറ്റ് എന്ന് പറയുന്നുണ്ട്. പറയാനുള്ളൊരു കോൺഫിഡൻസ്, നല്ല കാൻഡിഡേറ്റ്സിനെ കൊടുക്കാനുള്ള ഒരു സ്ഥിതിയൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. മഞ്ചേശ്വരവും പാലക്കാടും എല്ലാം പോട്ടെ, നേമത്തേക്ക് വരാം. നേമത്ത് നടക്കുന്നത് എന്ത് തരം കോമ്പറ്റീഷനാണ്.
ഇപ്പോൾ എല്ലാവരും KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ആരോപിച്ചതുപോലെ ഒരു ഡീല് നടക്കുന്നുണ്ട്. ഒരു ഡീലിന്റെ ഒരു സംശയം പോലും നിഴലിക്കുന്നുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ കുറവ് തന്നെയാണ്. അപ്പോൾ ആ ഡീലിന്റെ പുറത്ത് 1-2 BJP കാൻഡിഡേറ്റ്സ് ജയിക്കില്ലേ? ഈ ഡീൽ ഇല്ലെങ്കിൽ പോലും 1-2 BJP കാൻഡിഡേറ്റ്സ് കേരളത്തിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് MP ഗോവിന്ദൻ പറയുന്നത്. ഈ മിക്ക മണ്ഡലങ്ങളിലും ക്രോസ് വോട്ട് നടന്നിട്ടുണ്ടെന്ന് ഇവര് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഒരു പക്ഷേ ഈ നിയമത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ 2020 കഴിഞ്ഞ വർഷത്തെ ലോക്സഭ ഇലക്ഷനിൽ നടന്ന ഒരു ഫോട്ടോ ഫിനിഷ് ഉണ്ടല്ലോ, അത് ആ നിയമത്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന നിമിഷം ഒന്നുകിൽ LDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി കയറി മുന്നിൽ വരാൻ ചാൻസ് ഉണ്ട്, സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കാരണം അത്രയേറെ ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ് നിയമത്ത് മാത്രമായിട്ട്. അതെ, നിയമം ബേസിക്കലി കേരളത്തിൽ BJPക്ക് ആദ്യ അക്കൗണ്ട് തുറക്കാൻ സ്ഥലം കൊടുത്ത മണ്ണാണ് നിയമം. സ്വപ്ന ഭൂമി എന്ന് വേണം. അതെ, പിന്നെ നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് പാർട്ടികൾക്കൊരു വേര് കൊടുത്തിട്ടില്ല. എല്ലാവരും ഇങ്ങനെ, അതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തിന്റെ അർബൻ മേഖല കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രത്യേകതയാണ്. ആർക്കും നിൽക്കാൻ, പെർമനന്റ് ആയിട്ട് നിൽക്കാൻ ഒരിടം കൊടുക്കില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നിയമം ഒരു സാധ്യതയാണ്. പക്ഷെ അവിടെ V ശിവൻകുട്ടി തോൽക്കുമെന്ന് പറയുന്നവരുണ്ട്. പാർട്ടിയിൽ പോലും V ശിവൻകുട്ടിയുടെ തോൽവി സാധ്യത പറയുന്നുണ്ട്. അവിടെ K ശബരിനാഥൻ വിജയിക്കുമെന്നുള്ള വിലയിരുത്തലിലാണ് ഇപ്പൊ പറഞ്ഞ കോൺഗ്രസ് നേതൃത്വമുള്ളത്. തിരുവനന്തപുരത്തെ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ കൃത്യമായ ആത്മവിശ്വാസം പറയുന്നുണ്ട്. ഈ നിയമത്ത് രാജീവ് ചന്ദ്രശേഖറും V ശിവൻകുട്ടിയും കൂടെ ഡീല് കളിച്ച് അതിൻ്റെ ഇടയിൽ ഈസി വോക്ക് ഓവർ ആയിരിക്കും K ശബരിനാഥന് ലഭിക്കാൻ പോകുക എന്ന് പറയുന്നവരുണ്ട്. എന്തുതന്നെയായാലും ഈ പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം ഒരു വലിയൊരു പുകയ്ക്കിടയിലൂടെ ഒരു വെടിയുണ്ട പോലെ വന്ന് ഞങ്ങൾ വിജയിക്കും, വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്ന് പറയുന്നതിൽ അതിലൊരു വസ്തുത ഇല്ല എന്നുള്ളതാണ്. അല്ല, എന്ത് തരം ലോജിക്കിലാണ് ഭരണവിരുദ്ധത ഇല്ല എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ ലോജിക്? അതെ, സീറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എന്താണ് ഭരണവിരുദ്ധത ഇല്ല? എന്താണ് നിങ്ങൾ ഭരണവിരുദ്ധ ഇല്ലാത്ത പറയാൻ കാരണം ഈ സിൽവർ ലൈൻ ആരും മറന്നു കാണില്ല. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ ഏകദേശം 700-800ഓളം ദിവസം സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി സമരം ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ കേസ് ഇപ്പോഴും നിലവിലുണ്ട്, ഇതുവരെയായിട്ട് പിൻവലിച്ചിട്ടില്ല. അതെല്ലാം പോട്ടെ, നവകേരള ടൂർ ഓർമ്മയുണ്ടല്ലോ, 14 ജില്ലയിലും 22 മന്ത്രിമാരും ഒരുമിച്ച് യാത്ര നടത്തി. എന്ത് പുകിലാണ് നടന്നത്! ഇതുവരെ മറക്കാൻ കഴിയുന്നത്. പ്രതിഷേധിക്കാൻ എത്തിയവരുടെ തലയ്ക്ക് പോലീസുകാരെ ലാത്തി കൊണ്ടടിച്ചു, പാർട്ടി പ്രവർത്തകർ ഹെൽമറ്റും പൂച്ചട്ടിയും വെച്ച് തലക്കടിച്ചു. എന്നിട്ടും ആ മുഖ്യമന്ത്രിയുടെ കണ്ണിൽ കാണുന്നത് രക്ഷാപ്രവർത്തനം. എന്ത് ലോജിക്കാണ് ഈ ഭരണവിരുദ്ധത ഇല്ലെന്ന് പറയുന്നത്? അത് മുഖ്യമന്ത്രിയുടെ വാക്ക്, അത് സ്വന്തമായിട്ടൊരു നിലപാടില്ല. അത് മുഖ്യമന്ത്രി പറയുന്നതാണ് ശരി, പാർട്ടി പറയുന്നതാണ് ശരി എന്നുള്ള നിലപാടിൽ മറ്റു മന്ത്രിമാർ പോട്ടെ, CPI നിലപാടുണ്ടെന്ന് നമ്മൾ തന്നെ പറയുന്നു. പക്ഷെ ഈ മന്ത്രിമാർ, ഈ CPIയുടെ 4 മന്ത്രിമാർ എന്തുകൊണ്ടാണ് അത് മാറ്റി പറഞ്ഞില്ല? അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കല്ലേ PM ശ്രീ പദ്ധതി ഒപ്പിട്ടത്? ഘടകകക്ഷികളോടോ പാർട്ടി അണികളോടോ ഒരാളോടോ പറയാതെ മുഖ്യമന്ത്രി ശിവൻകുട്ടി പോയി ഒപ്പിട്ടു. ആരോട് ചോദിച്ചിട്ട്? അത് മറ്റൊരു ഡീലിന്റെ ഭാഗമല്ലേ? അത് ഡീലായിട്ട് ചൂണ്ടിക്കാണിക്കില്ലേ? അതെ, അപ്പോൾ ഇത് കേരളം മറക്കില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞോളൂ 90 സീറ്റിലധികം നേടി വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നത് മലയാളിയുടെ മുഖത്തടിക്കുന്നത് പോലെ ആയിപ്പോവും. കാരണം അത് തന്നെയാണ് കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് എങ്ങും ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പ്രത്യേകം എടുത്തു നോക്കിയാലും, അതല്ല മുഖ്യമന്ത്രിയായി നിങ്ങൾ എടുത്തു കാട്ടുന്ന വ്യക്തിയെ എടുത്തു നോക്കിയാലും ഭരണവിരുദ്ധ വികാരമുണ്ട്. പാർട്ടി എന്നത് പിണറായിലേക്ക് ചുരുങ്ങിപ്പോയി എന്ന് പാർട്ടി പ്രവർത്തകർ പോലും പരാതിപ്പെടുന്ന, വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ പറയുന്ന പരാതിയാണത്. തീർച്ചയായും ഈ പുറത്ത് നിൽക്കുന്നവരല്ല, പാർട്ടിക്കുള്ളിൽ നിന്നാണ് പലരും പറയുന്നത് ഈ പിണറായിയെ ഒന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ പാർട്ടി അങ്ങ് ജയിച്ചു പോയേനെന്ന്. അപ്പോൾ ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ, കുറെ പ്രശ്നങ്ങൾ എയറിലുള്ളപ്പോൾ ഇങ്ങനെ ഈസി വോക്ക് ഓവർ, നമ്മൾ സേഫ് ആണ് എന്ന് പറയുന്നത് എന്തല്ലോ വിരോധാഭാസമാണെന്ന് നമ്മുടെ യോധയില് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ തോൽക്കുമെന്ന അവസാന നിമിഷം വരെ ജയിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് വളരെ നല്ലതാണ്. അതെ.